ഇന്നത്തെ എൻ്റെ റെസിപ്പി ചോറ് കൊണ്ട് എങ്ങനെ നമുക്ക് പൊറോട്ട ഉണ്ടാക്കാമെന്നാണ്. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന അതേപോലുള്ള പൊറോട്ട ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അപ്പോൾ നമുക്ക് പൊറോട്ട ഉണ്ടാക്കാൻ ഞാനിവിടെ 2 ഗ്ലാസ് ചോറെടുത്തിട്ടുണ്ട്. കുത്തരിയുടെ ചോറാണ് എടുത്തേക്കുന്നത്. വെള്ളയരി ഉണ്ടെങ്കിൽ വെള്ളയരി എടുത്താലും കുഴപ്പമില്ല. അപ്പം ഈ 2 ഗ്ലാസ് അരി 1 ഗ്ലാസ് വെള്ളത്തിൽ നമുക്ക് അരച്ചെടുക്കണം. ഈ 1 ഗ്ലാസ്സാണ് മെഷർമെൻറ്റ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു മുട്ടയും കൂടെ അടിച്ചെടുക്കുന്നുണ്ട്. ആ ചോറിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. 2 ഗ്ലാസ് ചോറെടുക്കുമ്പം നമ്മൾ ആ ഗ്ലാസ്സിൽ തന്നെ 4 ഗ്ലാസ് മൈദയും കൂടെ എടുക്കണം. ഇപ്പം മുട്ട ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ 4 ഗ്ലാസ് മൈദ മതി. പക്ഷേ ഞാനിവിടെ ഒരു മുട്ടയും കൂടെ ചേർത്തത് കൊണ്ട് ആ ഗ്ലാസ്സിന് 5 ഗ്ലാസ് മൈദ എടുക്കണം. ആകെ 5 ഗ്ലാസ് മൈദ എടുക്കണം. അതായത് ടോട്ടൽ 5 ഗ്ലാസ്. നമ്മൾ ഏത് ഗ്ലാസ്സിനാണോ മെഷർമെൻറ്റ് എടുക്കുന്നത് ആ ഗ്ലാസിൻ്റെ ചോറിനനുസരിച്ചിട്ടുള്ള മൈദയുടെ മെഷർമെൻറ്റാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അപ്പം നമ്മളാണെങ്കിൽ നല്ല കുഴയ്ക്കണം, നന്നായി സോഫ്റ്റ് ആകണം. എന്നിട്ട് ഞാനിവിടെ നെയ്യാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് നെയ്യ് പുരട്ടി ഞാൻ 1 മണിക്കൂർ അത് സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അടച്ചു വയ്ക്കണം, ഇല്ലയെന്നുണ്ടെങ്കിൽ അത് ഡ്രൈ ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാമല്ലോ, തൊട്ട് നോക്കുമ്പോൾ നന്നായിട്ട് അറിയാമല്ലോ. എന്നിട്ട് നമ്മൾ ഈ സോഫ്റ്റായ മാവ് ചെറിയ ചെറിയ ഉണ്ടകളാക്കി വെക്കണം. അതും അങ്ങനെ ഉരുട്ടി നമ്മൾ കുറച്ച് നേരം വെക്കണം, സെറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ പിന്നെയും സോഫ്റ്റ് ആവും. എന്നിട്ട് അതിൻ്റെ മുകളിലും ഞാനാണ് നെയ്യ് കൊണ്ട് നന്നായിട്ട് കുറച്ച് തടവി ഒരു അരമണിക്കൂറോളം വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ആ നെയ്യൊക്കെ തടവിയിട്ട് വീണ്ടും അത് അടച്ചു വെച്ചു. പിന്നെ ഞാനൊരു അരമണിക്കൂർ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ മാവ് പൊറോട്ട ഉണ്ടാക്കാൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ നെയ്യോ എണ്ണയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ട, സൺഫ്ലവർ ഉപയോഗിച്ചാൽ മതി. ഞാനിവിടെ ഇപ്പം ഇത് പൊറോട്ട അടിക്കാൻ നെയ്യാണ് ഉപയോഗിച്ചേക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ വീശി അടിക്കണം. അപ്പോഴാണ് നല്ല സോഫ്റ്റായിട്ട് വരും. എന്നിട്ട് ഇങ്ങനെ ചുരുട്ടി വയ്ക്കണം. ഇത് നമ്മൾ കത്തി കൊണ്ട് കട്ട് ചെയ്യുക ഒന്നുമല്ല. ഇത് ഒറിജിനൽ പൊറോട്ട ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ പൊറോട്ട കുറച്ച് വലുതായിട്ട് തന്നെയാണ്, നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു സൈസിൽ തന്നെയാണ് ഞാനിവിടെ ഉണ്ടാക്കിയേക്കുന്നത്. അത്ര ചെറുതല്ല, ആവശ്യത്തിനനുസരിച്ച് മീഡിയം അല്ല, ലാർജും അല്ല. അങ്ങനെ കുറച്ച് വലുതായിട്ട് തന്നെയാണ് ഉണ്ടാക്കിയേക്കുന്നത്. നിങ്ങൾക്കത് ചെറുതായിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. എന്നിട്ട് ഞാനൊരു വലിയൊരു പാന്, അതായത് 3 എണ്ണം ഒന്നിച്ച് ഒരേ ടൈമിൽ ചുട്ടെടുക്കാം. അങ്ങനെയുള്ളൊരു പാനിലാണ് ഞാനിത് ഉണ്ടാക്കിയെടുത്തത്. ഇതെല്ലാം നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മെനക്കെട്ടാൽ നമുക്കിതെല്ലാം സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നല്ല ഫ്രഷായിട്ട് കഴിക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് ചൂടോടെ തന്നെ ആ 3 പൊറോട്ടയും നമ്മളിങ്ങനെ അടിച്ചെടുക്കണം. അപ്പോഴാണ് നമുക്ക് ലെയറായിട്ട് കിട്ടുന്നത്. ഇത് ഒറിജിനൽ പൊറോട്ട ഉണ്ടാക്കുന്ന രീതിയാണ് ഇങ്ങനെ. നമ്മളുടെ കൈയൊക്കെ കുറച്ച് പൊള്ളുകയൊക്കെ ചെയ്യും, പക്ഷേ എങ്കിൽ കൂടി നമുക്ക് അതങ്ങനെ ചെയ്തെടുക്കാം. ഈ ഒരു സൈസിൽ ഞാനൊരു 16 പൊറോട്ടയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക. അതേപോലെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത നല്ല ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.